ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അത് വലിയ വിവാദമായി മാറുകയാണ്. പ്ലീഡറെ നിയമിക്കുന്നതിൽ കെഎസ്യുവിന് യാതൊരു പങ്കുമില്ല എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്നാണ് ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം അലോഷ്യസ് സേവ്യർ തേടിയത്. അതും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ കോൺഗ്രസിൽ തന്നെ പ്രതിഷേധം ശക്തമാകുന്നു. കെഎസ്യുവും പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരെ ഉൾപ്പെടെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്നതാണ്. അതിന് പിന്നാലെ ഇത് കോൺഗ്രസിലെ ആഭ്യന്തര വിഷയങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. വി ഡി സതീശനെതിരെ അത് ആയുധമാക്കാൻ കെ സി പക്ഷം നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്താണ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലൂടെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്ലീഡർ നിയമന വിവാദത്തിൽ കെഎസ്യുവിനെ അധിക്ഷേപിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിയത്. ഇതിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിനായിരുന്നു അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിയത്. പക്ഷേ ആ അനുമതി നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിലെ കെഎസ്യു പ്രതിഷേധത്തെ പരിഹസിച്ച് തള്ളിയ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ അതിൽ അതൃപ്തി അറിയിക്കുക എന്നതായിരുന്നു കെഎസ്യു സംസ്ഥാന അധ്യക്ഷന്റെ ശ്രമം. അതിനാണ് അലോഷ്യസ് സേവ്യർ ശ്രമിച്ചത്. എന്നാൽ അനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം പിൻവലിക്കണം, വിവാദ പ്ലീഡർ നിയമനം പിൻവലിക്കണം എന്നതാണ് കെഎസ്യു ആവശ്യപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നത്. കെഎസ്യുവിന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ അത്തരമൊരു തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചത്. പക്ഷേ ആ അനുവാദം നിഷേധിക്കുകയായിരുന്നു. പ്ലീഡർ നിയമനത്തിൽ കെഎസ്യുവിന് എന്ത് കാര്യം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. വി ഡി സതീശൻ ഒരു പരിഹാസ രൂപേണയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിച്ചത്. കെഎസ്യു സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കോൺഗ്രസിനകത്തും അതൃപ്തി പുകയുകയാണ്. ഇതാണ് കെ സി പക്ഷക്കാരനായ വി ആർ അനൂപിന്റെ ഇന്നത്തെ പരസ്യ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച് KPCC വക്താവ് വി ആർ അനൂപ് സമൂഹ മാധ്യമത്തിലൂടെയാണ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ KPCC വക്താവ് പറഞ്ഞ കാര്യങ്ങൾ: ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുത്ത മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു വിമർശനം. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികലയോടും RV ബാബുവിനോടും കാണിച്ച അനുഭാവപൂർണമായ സമീപനം കോൺഗ്രസ് കെഎസ്യു നേതാക്കൾ അർഹിക്കുന്നുണ്ട് എന്നതായിരുന്നു അനൂപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. അവരുടെ അവകാശം ആണ് അത് എന്ന് പറയുന്നു. ഇത് തങ്ങളുടെ കൂടി സർക്കാരാണെന്നും മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയായിരുന്നു വി ആർ അനൂപ്. വി ആർ അനൂപ് ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയും അത് പരസ്യമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ജാതിവാൽ പ്രയോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്ത വ്യക്തിയാണ് വി ആർ അനൂപ്. KC വേണുഗോപാലിന്റെ ശക്തനായ അനുയായിയാണ്. KC പക്ഷക്കാരനാണ് വി ആർ അനൂപ്. വി ആർ അനൂപിന്റെ ഈ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിന് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു കെഎസ്യുവിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്തെത്തിയത്. ഗവൺമെന്റ് പ്ലീഡറായി സജീവ RSS ബന്ധമുള്ള വ്യക്തിയെ നിയമിച്ചതിനെക്കുറിച്ചുള്ള കെഎസ്യു വിമർശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഉയർത്തിയ ചോദ്യത്തോടായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. ഒരു വിമർശനവും പരിഹാസവും നൽകുന്ന സ്വരത്തിലായിരുന്നു. തിരുവനന്തപുരത്തെ കെഎസ്യുവാണോ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതെന്നായിരുന്നു സതീശൻ ചോദിച്ചത്. കെഎസ്യുവിന് ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ എന്ത് കാര്യമെന്ന് ചോദിച്ച സതീശൻ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതികരണം ഒന്നുകൂടി ഒന്ന് നമുക്ക് കാണാം. എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇവര് പരാതിപ്പെട്ടു എന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നു. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട രണ്ടുപേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇവരെ ആക്കണമെന്ന് പറഞ്ഞു. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ അവരെ പരിശോധിച്ചത്. ലിസ്റ്റിൽ തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർമാരാണ്. രണ്ടുപേരും മെമ്പർമാരാണ്. രണ്ടുപേരും വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. അത് AGയോടുകൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഗവൺമെന്റ് ബിൽഡർമാര് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിന്റെ അടിയിൽ ഒപ്പിടാനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. അവര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർമാരാണ്. CPMൽ നിന്ന് വന്ന
5 പേര് സ്ഥാനാർത്ഥികളായിരുന്നു അസംബ്ലിയിൽ. BJP-യിൽ നിന്ന് വന്ന ഒരാൾ. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. അപ്പോൾ ഈ പരാമർശമാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അധികാരത്തിലെത്താൻ വേണ്ടി ക്യാമ്പസുകളിലും തെരുവുകളിലും സർക്കാരിന്റെ കടന്നാക്രമണങ്ങളെയൊക്കെ നേരിട്ട ഒരു സംഘടനയോട് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ദൗർഭാഗ്യകരവും രാഷ്ട്രീയ നീതിയോടുള്ള വെല്ലുവിളിയാണ് എന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് മാത്രം ഉയർന്നൊരു വിമർശനമല്ല. പൊതുവെ VD സതീശൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോട് പൊതുവെ ഉയർന്ന ഒരു വിമർശനമാണ്. സജീവ RSS പ്രവർത്തകനായ DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതും മുൻ SFI നേതാവിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതുമൊക്കെയാണ് ഈ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തിയതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ആ പട്ടിക മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാനൊക്കെ VD സതീശൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാർ പ്ലീഡറുമായി ബന്ധപ്പെട്ട KSU വിമർശനത്തെ തള്ളിക്കൊണ്ട് തെളിവ് സഹിതമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനോടൊപ്പമാണ് KSUവിനെ തരം താഴ്ത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഈ ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം ലോയേഴ്സ് കോൺഗ്രസ് തന്നെ പിന്നീട് തള്ളുകയും രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. വിവാദ നിയമനങ്ങൾ നിർദ്ദേശിച്ചത് സ്റ്റേറ്റ് അറ്റോർണി അനൂപ് V. നായരാണെന്നും പട്ടികയിലില്ലാത്ത പേരുകൾ നിർദ്ദേശിച്ചിട്ട് പഴി ലോയേഴ്സ് കോൺഗ്രസിന് നൽകുകയാണ് എന്നുമൊക്കെയാണ് ലോയേഴ്സ് കോൺഗ്രസ് പിന്നീട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്ക് മറ്റ് കാര്യങ്ങളിൽ മറുപടി പറയാനില്ല എന്നും ലോയേഴ്സ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും VD സതീശൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ഈ മറ്റ് പോഷക സംഘടനകൾ നൽകുന്ന ലിസ്റ്റിന്റെ താഴെ ഒപ്പിടാനിരിക്കുകയല്ല, അത് നടത്താനിരിക്കുകയല്ല എന്നതുൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ KSUവിനെ മാത്രമല്ല അങ്ങനെയുള്ള സംഘടനകളെയെല്ലാം പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ അതൃപ്തി ഇതിനെതിരെ ഉരുത്തിരിയുന്നുണ്ട്. അതിനോടൊപ്പമാണ് KC പക്ഷം നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും VD സതീശനെതിരെ ഈ വിഷയത്തിൽ ആ ഒരു പടയൊരുക്കം കോൺഗ്രസിൽ തന്നെ നടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഗതി മാറ്റിയ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുകയും VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തിട്ട് 2 മാസം തികയാനിരിക്കുന്നേ ഉള്ളൂ. ഇനി 2 ദിവസം കൂടിയുണ്ട്. എന്നാൽ അധികാരത്തിന്റെ ശീതളിമയിൽ എത്തുമ്പോൾ ആദ്യം തന്നെ പാർട്ടിക്ക് വേണ്ടി തെരുവിൽ ചോര ചിന്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വിസ്മരിക്കുന്നു മുഖ്യമന്ത്രി എന്നതാണ് ഉയരുന്ന വിമർശനം. പാർട്ടിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ അണികളെ തഴഞ്ഞ് അധികാര ദല്ലാളന്മാർക്കും മറുകണ്ഠം ചാടിയവർക്കും പദവികൾ നൽകുന്നു. മുഖ്യമന്ത്രി അതിൽ സ്വയം തിരുത്തലിന് തയ്യാറാകണം എന്ന വികാരമാണ് കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. സ്വന്തം കോട്ടയ്ക്കുള്ളിൽ നിന്നും ഉയരുന്ന ഈ പ്രതിഷേധങ്ങളെ ജാഗ്രതയോടെ വേണം മുഖ്യമന്ത്രി കാണാൻ. പിണറായിയുടെ സ്വരത്തിനോടാണ് VD സതീശന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തെ പലരും ഉപമിക്കുന്നത്. അതും നല്ലതല്ല. അവസരവാദികളുടെ നിയമനങ്ങളിൽ വ്യക്തത വരുത്താനും മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രി ഈ കോൺഗ്രസിൽ നിന്നുള്ള ഈ വിമർശനത്തെ കാണണം. ഈ പ്രതിഷേധങ്ങൾ വെറുമൊരു പ്ലീഡർ വിവാദത്തിൽ ഒതുങ്ങാതെ കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒന്നായി മാറാതിരിക്കാനുള്ള ജാഗ്രത മുഖ്യമന്ത്രി കാട്ടുമോ ഇല്ലയോ എന്നതാണ് ഇനി നമ്മൾക്ക് അറിയേണ്ടത്. വരും വാർത്താ സമ്മേളനങ്ങളിലും ഒരുപക്ഷെ ഇതിനോടുള്ള പ്രതികരണം നടത്തേണ്ടി വരും മുഖ്യമന്ത്രിക്ക് എന്നതാണ് കരുതുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.